ഹായ് ഡിയേഴ്സ്, ഇന്ന് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ന്യൂഡിൽസിൻ്റെ റെസിപ്പിയാണ്. പക്ക നാടൻ രീതിയിൽ ഉണ്ടാക്കുന്ന ഒരു ന്യൂഡിൽസ്. നമുക്ക് സാധാരണ വീട്ടിൽ കിട്ടുന്ന സാധനങ്ങൾ വെച്ചിട്ട് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നമ്മളൊരു നാടൻ രീതിയിലാണ് ഇത് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം. അപ്പോൾ ആദ്യം നമുക്ക് ന്യൂഡിൽസ് വേണം. അപ്പോൾ അത് ഏതെങ്കിലും മാഗിയോ ഇപ്പിയോ അങ്ങനെ നമുക്ക് സാധാരണ വാങ്ങിക്കാൻ കിട്ടുന്ന ഏതെങ്കിലും ന്യൂഡിൽസ് എടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ 3 ബ്ലോക്ക്, ഓരോ ബ്ലോക്കായിട്ടായിരിക്കുമല്ലോ ന്യൂഡിൽസ് കിട്ടുന്നത്. അതുപോലെ 3 എണ്ണം വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. പിന്നെ അതിനായിട്ട് കുറച്ച് സവോള വേണം. അപ്പോൾ ഞാനൊരു 3 സവോള നീളത്തിന് കനം കുറച്ച് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ പച്ചമുളക്, ഒരു 4 പച്ചമുളകാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പക്ഷെ അത് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ചേർക്കാം കേട്ടോ. ഇത് കുറച്ച് എരിവോട് കൂടി ഉണ്ടാക്കി കഴിഞ്ഞാൽ അതാണ് കൂടുതൽ ടേസ്റ്റ്. നല്ല ഒരു പച്ചമുളകിൻ്റെ നല്ലൊരു ഫ്ലേവറൊക്കെ വരുമ്പം കൂടുതൽ ടേസ്റ്റിയാണ്. പക്ഷേ ഇപ്പോൾ കുട്ടികളൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് എരിവ് കുറച്ച് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ 1-2 എണ്ണം ചേർത്താലും മതി. അത് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ വേണ്ടത് കുറച്ച് കറിവേപ്പില, ഒരു 2-3 തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്. കറിവേപ്പിലൊക്കെ എന്തായാലും ചേർക്കണം കേട്ടോ, അതൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് ഇതിന്. പിന്നെ ഞാൻ ഇതിനകത്ത് കുറച്ച് ക്യാരറ്റും കൂടി ചേർക്കുന്നുണ്ട്. ഒരു വലിയ ക്യാരറ്റ് ഇതുപോലെ നീളത്തിന് കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതും നിങ്ങളുടെ ഇഷ്ടമാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി, ഇല്ലെങ്കിൽ ഒഴിവാക്കാം. സവോളയും ബാക്കി പച്ചമുളകും കറിവേപ്പിലയും മാത്രം വെച്ചിട്ടും ഉണ്ടാക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് സാധനങ്ങൾ. ഇനി നമുക്ക് ഇതുണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ആദ്യം നമുക്ക് ന്യൂഡിൽസ് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ടൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. നമ്മൾ ഈ സാധാരണ മാഗി ന്യൂഡിൽസ് ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് ഇതും ചെയ്യാൻ പോകുന്നത്. വെള്ളം വറ്റിച്ചെടുക്കുകയാണ്. അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം മാത്രം ഒഴിച്ചാൽ മതി. അപ്പോൾ ഞാൻ 2 കപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത്. 3 ബ്ലോക്ക് ന്യൂഡിൽസിന് കറക്റ്റ് 2 കപ്പ് വെള്ളം. ഈ വെള്ളത്തിൻ്റെ അളവ് കറക്റ്റായിട്ട് നോക്കണം കേട്ടോ, കാരണം ന്യൂഡിൽസ് പാകത്തിന് വേവിച്ചെടുക്കണം. ഒത്തിരി അങ്ങ് കുഴഞ്ഞൊന്നും പോവാതെ കറക്റ്റായിട്ട് വേവിച്ചെടുക്കണം. ഇനി നമുക്ക് ഈ ന്യൂഡിൽസിൻ്റെ കൂടെ കിട്ടുന്ന മസാല ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കണം. സാധാരണ ഒരു ബ്ലോക്ക് ന്യൂഡിൽസിന് 1 പാക്കറ്റ് മസാല, അതാണ് കണക്ക്. പക്ഷെ നിങ്ങൾ അത്രയും ഉപയോഗിക്കണമെന്നില്ല. നിങ്ങളുടെ ഇഷ്ടത്തിന് മാത്രം മസാല ചേർത്താൽ മതി. കാരണം ചില മസാലകൾക്കൊക്കെ നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു ഫ്ലേവർ ആയിരിക്കും. അപ്പോൾ അത് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് ചേർക്കാം. അപ്പം ഞാനിപ്പോൾ ന്യൂഡിൽസ് വേവിക്കുന്ന സമയത്തും കുറച്ച് മസാല ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മൾ സവോളയൊക്കെ വഴറ്റുമ്പോഴും കുറച്ച് ചേർക്കുന്നുണ്ട്. അപ്പോൾ അത് രണ്ടും കൂടി അഡ്ജസ്റ്റ് ചെയ്ത് ചേർക്കാം. കറക്റ്റ് ഒരു അളവില്ല എന്നാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഈ വെള്ളത്തിലോട്ട് 1.5 പാക്കറ്റ് മസാലപ്പൊടി ഇട്ട് കൊടുക്കുവാണ്. ഇനി ഈ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് ന്യൂഡിൽസ് ഇടാം. അപ്പോൾ വെള്ളം ദേ ഇപ്പോൾ നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങി. നമുക്ക് ഇതിനകത്തോട്ട് ന്യൂഡിൽസ് ഇട്ട് കൊടുക്കാം. ഇത് യിപ്പിയുടെ വെജിറ്റബിൾ ന്യൂഡിൽസ് ആണ് കേട്ടോ. ഇനി ഇത് നന്നായിട്ട് വെന്ത് വരട്ടെ. ഈ വെള്ളമെല്ലാം വറ്റി പാകത്തിന് വെന്ത് വരണം. ഇപ്പോൾ ഇതേ ന്യൂഡിൽസ് കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട് കണ്ടോ, ഒട്ടും കുഴഞ്ഞു പോയിട്ടില്ല. വെള്ളമൊക്കെ നല്ലതായിട്ട് വറ്റി കറക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇങ്ങനെ ആകുമ്പോൾ നമ്മൾ അവസാനം ബാക്കി സാധനങ്ങളൊക്കെ ചേർത്ത് മിക്സ് ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് വരും. അപ്പോൾ ഇത് നമുക്ക് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാനിൽ കുറച്ച് എണ്ണ ഒഴിക്കാം. ഞാൻ അതേ പാൻ തന്നെയാണ് എടുത്തിരിക്കുന്നത്. വെളിച്ചെണ്ണയാണ് കേട്ടോ ഇത്. എണ്ണ ചൂടാകുമ്പോൾ നമ്മൾ എടുത്തു വെച്ച സവോള, 3 സവോള ചെറുതായിട്ട് അരിഞ്ഞത്, പച്ചമുളക് ഞാൻ 4 പച്ചമുളക് എടുത്തിരിക്കുന്നത്, പിന്നെ കറിവേപ്പില ഒരു 2 തണ്ട് കറിവേപ്പില ചേർക്കുന്നുണ്ട്. ഇത് 3ഉം കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഈ സവോള ഒന്ന് ചെറുതായിട്ടൊന്ന് വാടിയതിന് ശേഷം പിന്നെ ക്യാരറ്റ് ഇട്ടാൽ മതി. അതുപോലെ ഇതിനകത്ത് നമ്മൾ ഉപ്പ് ചേർക്കുന്നില്ല കേട്ടോ, കാരണം നിങ്ങൾക്കറിയാലോ ഈ ന്യൂഡിൽസിൻ്റെ കൂടെ കിട്ടുന്ന മസാലപ്പൊടിയിൽ അത്യാവശ്യം നല്ലതായിട്ട് ഉപ്പുണ്ട്. അപ്പോൾ നമ്മൾ പിന്നെ കൂടുതൽ ഇതിനകത്ത് ചേർക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഇനിയിപ്പോൾ നിങ്ങൾക്ക് അതിലും കൂടുതൽ ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം മസാലയൊക്കെ ചേർത്തിട്ട് പിന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. അപ്പം ഞാൻ സാധാരണ ഉപ്പ് ചേർക്കാതെയാണ് ഉണ്ടാക്കാറുള്ളത്. ഇപ്പോൾ ഇത് വഴറ്റിയെടുക്കാം. അപ്പോൾ സവോള ഇതുപോലെ ഒന്ന് വാടിക്കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്ത് ക്യാരറ്റും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഒന്നും കൂടി വഴറ്റാം. ഇനി സവോളയും ക്യാരറ്റും ഒന്നും ഒരുപാട് വെന്ത് പോകേണ്ട ആവശ്യമില്ല. ഒന്ന് വാടിയാൽ മാത്രം മതി. നമ്മൾ കഴിക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു കരുകരുപ്പ് ഉണ്ടാവണം, പക്ഷെ ചെറുതായിട്ടൊന്ന് വാടിയിട്ടും ഉണ്ടാവണം, അത്രയും മതി. ഇനി ഇതിനകത്ത് നമുക്ക് മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ വെള്ളത്തിൽ നമ്മൾ ന്യൂഡിൽസ് വേവിച്ചപ്പോൾ 1.5 പാക്കറ്റ് മസാലപ്പൊടിയാണ് ചേർത്തിട്ടുണ്ടായിരുന്നത്. ഈ മസാലയിലും 1.5 പാക്കറ്റ് ചേർക്കുന്നുണ്ട്. സാധാരണ നമ്മൾ വാങ്ങിക്കുന്ന ന്യൂഡിൽസിൽ 1 ബ്ലോക്കിന് 1 പാക്കറ്റ് അങ്ങനെയാണ് കണക്ക്.
അപ്പോൾ എല്ലാം കൂടി നമ്മൾ 3 ബ്ലോക്കാണ് എടുത്ത് 3 പാക്കറ്റ് മസാലപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇത് നമുക്കിനി ഒരു 1-2 മിനിറ്റ് ചെറിയ തീയിൽ, ഏറ്റവും ചെറിയ തീയിൽ ഒന്ന് അടച്ചു വെക്കാം, ചെറുതായിട്ടൊന്ന് വാടിക്കിട്ടാനായിട്ട്. അപ്പോൾ നമ്മുടെ സവോളയും ക്യാരറ്റും ഒക്കെ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. ഓക്കെ, ഒന്ന് വാടിയിട്ടേ ഉള്ളൂ, ഒത്തിരി വെന്ത് പോയിട്ടില്ല. ഇനി ഇതിൽ നമ്മൾ വേവിച്ച് വെച്ച, ആദ്യം റെഡിയാക്കി വെച്ച ന്യൂഡിൽസ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇതുപോലെ 2 സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. നന്നായിട്ട് മിക്സായി കിട്ടും. ഇത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒട്ടും കുഴഞ്ഞു പോവാതെ ന്യൂഡിൽസ് വേവിച്ചെടുക്കണം, എന്നാലേ അത് കഴിക്കുമ്പോൾ ഒരു നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ടേസ്റ്റ് അല്ല, നമ്മൾ ന്യൂഡിൽസ് കഴിക്കുമ്പോൾ ഇങ്ങനെ കുഴയാതിരിക്കുന്നതാണല്ലോ നല്ലത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ തനി നാടൻ സ്റ്റൈൽ ന്യൂഡിൽസ് റെഡി. എപ്പോഴും ഒരേ രീതിയിൽ ഉണ്ടാക്കാതെ ന്യൂഡിൽസ് ഇതുപോലെ നമുക്ക് വേറെ സ്റ്റൈലൊക്കെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റും. ഇത് ഒരുപാട് പേര് ഉണ്ടാക്കുന്നതായിരിക്കും കേട്ടോ, പുതിയ റെസിപ്പി ഒന്നുമല്ല. എന്നാലും ഇതുവരെ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കൂ, നല്ല ടേസ്റ്റാണ്, തീർച്ചയായിട്ടും ഇഷ്ടമാവും. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ അറിയിക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ്.